സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ അതിനിർണായകമായിട്ടുള്ള ഒരു മത്സരം. നിലവിലെ ISL വമ്പന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് ക്വാളിഫൈ ആകുമെന്നുള്ളത് മറ്റൊരു സവിശേഷത കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മത്സരത്തിലെ വിജയം ബ്ലാസ്റ്റേഴ്സിനെ സെമി ഫൈനലിലേക്ക് കൊണ്ട് ചെല്ലുമെന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വിജയിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ കഴിഞ്ഞ 2 മത്സരങ്ങളിലെ ഗെയിം പ്ലേ നോക്കുകയാണെങ്കിൽ സെവറൽ പാറ്റേൺസിൽ ബ്ലാസ്റ്റേഴ്സ് രൂപപ്പെടുകയും വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള വിൻസ് ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇനി ഈ നടക്കാൻ പോകുന്ന മുംബൈ സിറ്റിക്കെതിരെയായിട്ടുള്ള മത്സരത്തിലാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ ഡേവിഡ് കട്ടാല പുതിയൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിലേക്കൊക്കെ വരാം. ഇനി മുംബൈ സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ 2 ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ കഴിയുമ്പോൾ മുംബൈ സിറ്റിക്ക് നേടിയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരു വിജയവും ഒരു തോൽവിയുമാണ്. ആദ്യ മത്സരം സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 1-4 ഗോളുകൾക്ക് മുംബൈ പരാജയപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ രാജസ്ഥാൻ യുണൈറ്റഡ് മുംബൈ സിറ്റിയെ 1 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു. എന്നതേ കാരണം കൊണ്ട് തന്നെ മുംബൈ സിറ്റിക്ക് ഇതൊരു മസ്റ്റ് വിൻ മാച്ചാണ്. 1 ഗോളിൽ മാത്രമല്ല 1-ലധികം ഗോളുകൾക്ക് മുംബൈ സിറ്റി വിജയിക്കണം എന്നുള്ളത് മറ്റൊരു സവിശേഷത കൂടിയാണ്. ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും നല്ലൊരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ ഒരു സമനിലയാണെങ്കിൽ കൂടി ബ്ലാസ്റ്റേഴ്സ് അവിടെ ക്വാളിഫൈ ആവാൻ കഴിയും. പക്ഷേ നമ്മുടെ ലക്ഷ്യവും ടാർഗറ്റും ഒന്നും അതായിരിക്കരുത്. ഒരു പൂർണ്ണ വിജയത്തിലേക്ക് നമ്മൾ ലക്ഷ്യമിടുക, അല്ലാണ്ട് സമനിലയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു മത്സരം തോൽവിയിലേക്ക് പോകും. പക്ഷേ നമ്മളൊരു വിജയത്തിൽ ലക്ഷ്യമിട്ടാലെങ്കിലും നമുക്കൊരു സമനിലയിലേക്കെങ്കിലും എത്തിച്ചേരാൻ കഴിയും. മുംബൈ സിറ്റിയുടെ ഒരു ഗെയിം പ്ലേ നമുക്ക് കാണുമ്പോൾ മുംബൈ സിറ്റിയുടെ ഒരു വലിയൊരു വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് പലതവണയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ മധ്യനിരയിൽ ഒരുപാട് സ്പേസ് അനുവദിച്ചു കൊടുക്കുന്നതായിട്ട് മുംബൈ സിറ്റിക്ക് വന്നിട്ടുള്ള ഒരു പ്രവണതയാണ്. അതായത് ഒപ്പോണന്റ് പ്ലേയേഴ്സിന് അത്രയും വിട്ടെടുത്ത് മധ്യനിരയിൽ നല്ല നല്ല പാസുകൾ നടത്തി ബെസ്റ്റ് മൂവ്മെന്റ് നടത്തി അതുവഴി ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്നുണ്ട്. മാത്രമല്ല മുംബൈ സിറ്റിയുടെ 11ലേക്ക് വരുമ്പോൾ 4 വിദേശ താരങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റി 1 ഗോളിൽ പിറകോട്ട് പോയിരിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മുംബൈ സിറ്റിക്ക് ആ ഒരു ഗോൾ തിരിച്ചടിക്കാനുള്ള ഒരു പോസിറ്റീവ് ഫീലൊന്നും നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും കഴിഞ്ഞൊരു മത്സരം പോലെ ആയിരിക്കില്ല ഈ ഒരു മത്സരം. കാരണം മുംബൈ സിറ്റിക്കാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിനാണെങ്കിലും അതിനിർണായകമായിട്ടുള്ള ഒരു മത്സരം കൂടിയാണ്. മുംബൈ സിറ്റിക്ക് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു മത്സരത്തിൽ വലിയൊരു വിജയം നേടിയെടുത്തേ മതിയാവും. എന്തായാലും ഇനി അതിനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒക്കെ ആയിട്ടായിരിക്കും അവരിനി വരിക. എന്തായാലും ഈ ഒരു മത്സരത്തിൽ തീപ്പൊരി പാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സോ ഇനി മുംബൈ സിറ്റി FCയുടെയും ബ്ലാസ്റ്റേഴ്സിന്റെയും ഇതുവരെയുള്ള ആ ഒരു ഹെഡ് ടു ഹെഡിലേക്ക് വരാം. മുംബൈ സിറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സും ഇതുവരെ 20 മത്സരങ്ങളാണ് കോമ്പറ്റീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 9 വിജയം മുംബൈ സിറ്റിക്കും ബ്ലാസ്റ്റേഴ്സിന് 5 വിജയം മാത്രമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി പരാജയത്തിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി ബ്ലാസ്റ്റേഴ്സിനെതിരെ 5 പരാജയം നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ മുംബൈ സിറ്റിക്കെതിരെ 9 തവണയായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. 6 തവണകളായിട്ട് ഇരുവരും സമനിലയിൽ കുരുങ്ങിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഗോൾ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ മുംബൈ സിറ്റി അടിച്ചുകൂട്ടിയിട്ടുള്ള ഗോളുകളുടെ കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ 30 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ മുംബൈ സിറ്റി അടിച്ചുകൂട്ടിയിട്ടുള്ളത്. ഇനി ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ മുംബൈ സിറ്റിക്കെതിരെ അടിച്ചിട്ടുള്ള ഗോളുകളുടെ കണക്കുകൾ പറയുമ്പോൾ 17 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുവരെയുള്ള ഈ ഒരു കണക്കുകളിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും മുംബൈ സിറ്റിക്ക് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പഴയ കണക്കുകളാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെയും മുംബൈ സിറ്റിയുടെ ഒരു പുതിയ കണക്കുകളോട് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞൊരു ISL സീസണിൽ മുംബൈ സിറ്റിയുടെയും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മൊത്തം എൻറ്റയർ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി 25 മത്സരങ്ങളിൽ നിന്നും 29 ഗോളുകൾ സ്കോർ ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ 24 മത്സരങ്ങളിൽ നിന്നും 33 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഗോൾ കൺസീഡിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വമ്പനെ പരാജയപ്പെട്ടു പോവുകയാണ് കഴിഞ്ഞ സീസണിൽ. 33 ഗോളുകൾ മുംബൈ സിറ്റി കഴിഞ്ഞൊരു സീസണിൽ വഴങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ 37 ഗോളുകളാണ് കഴിഞ്ഞൊരൊറ്റ സീസണിൽ വഴങ്ങിയിട്ടുള്ളത്. ആ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ആവറേജ് റേറ്റിംഗിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇടിവ് വന്നിട്ടുള്ളത്. പക്ഷേ മറിച്ചൊരു കീ ഫാക്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് 2 മത്സരങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് 1 ഗോൾ പോലും വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി അസിസ്റ്റുകളുടെ കണക്കിലേക്ക് വരികയാണെങ്കിൽ മുംബൈ സിറ്റി ആയിക്കോട്ടെ 14 അസിസ്റ്റ് നടത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് അവിടെ 24 അസിസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗോൾ കൺസീഡിങ്ങിന്റെ കാര്യം മാത്രം ഒന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു പൂർണ്ണ ആധിപത്യം ലഭിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്ന ഇരുവരുടെയും ആ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് വരാം. മുംബൈ സിറ്റിയുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള പീറ്റർ ക്രാറ്റ്കി ഇറക്കാൻ സാധ്യതയുള്ള ഫോർമേഷൻ എന്ന് പറയുമ്പോൾ 4-2-3-1 എന്നൊരു ഫോർമേഷനിലാണ്. ഗോൾ കീപ്പറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമർ താരമായിട്ടുള്ള TP രഹനേഷ് ആണ് വരുന്നത്. പ്രതിരോധത്തിലേക്ക് വരുമ്പോൾ സെൻട്രൽ ബാക്കിൽ ടിരിയും
വാൽപൂയയുമാണ് വരുന്നത്. ഇനി വിംഗ് ബാക്കുകളിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ബാക്കിൽ ആകാശ് മിശ്രയും റൈറ്റ് ബാക്കിൽ ദ്രാവു ആൽവയുമാണ് വരുന്നത്. ഇനി 4-2-3-1 എന്ന ഫോർമേഷനിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ജോൺ ടോറലും ത്ലൗങ്കയുമാണ് വരുന്നത്. ഇനി മിഡ്ഫീൽഡിൽ വിങ്ങുകളിലായിട്ട് ലാലിയൻ സുവാല ചാങ്തയും ലെഫ്റ്റിൽ വിക്രം പ്രതാപ് സിംഗുമാണ്. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഓർട്ടീസും സെൻട്രൽ സ്ട്രൈക്കറായിട്ട് ജോർജ് പെരേര ഡയസുമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സ്ട്രൈക്കറാണെന്ന് കൂടി നമ്മൾ പ്രത്യേകം വിശേഷിപ്പിച്ച് പറയണം. മുംബൈ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരൊറ്റ മുതൽ മതി കേട്ടോ. ഹോർഹെ പെരേര ഡയസിന്റെ ആ ഒരു മികവ് കൊണ്ട് മാത്രം തന്നെ മുംബൈ സിറ്റിക്ക് മികച്ചൊരു വിജയം ഒരുപക്ഷെ നേടിയെടുക്കാൻ കഴിയും. ബോക്സിനകത്ത് എന്ത് കാണിച്ചു കൂട്ടിയിട്ടാണെങ്കിലും ഒരു ഗോൾ അടിക്കുക എന്നുള്ളത് അത് ഹോർഹെ പെരേര ഡയസിന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ബ്ലാസ്റ്റേഴ്സ് കെയർഫുള്ളി തന്നെ കാര്യം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ആദ്യത്തെ കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമേഷനിൽ ഇറങ്ങുന്ന മുംബൈ സിറ്റിയെ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ പരാജയപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇനി നമുക്ക് അടുത്തായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ലെവലിലേക്ക് വരാം. ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള സ്പാനിഷുകാരനായ ഡേവിഡ് കട്ടാല ഇറക്കാൻ സാധ്യതയുള്ള ഫോർമേഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു മത്സരത്തിൽ കണ്ട പോലെ തന്നെ ആ ഒരു 4-4-2 ഫോർമേഷനിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ഒരു മത്സരത്തിൽ ഇറക്കാൻ പോകുന്നത്. ആകെ കൂടി ഒരു മാറ്റം മാത്രമാണ് ഞാൻ കഴിഞ്ഞൊരു മത്സരത്തിൽ നിന്നും ഈ ഒരു മത്സരത്തിൽ കാണുന്നത്. അത് ജസ്റ്റ് ഒരു പ്രയോറിറ്റി ആയിട്ട് മാത്രം കാണാം. അതായത് 2 സ്ട്രൈക്കർമാരായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞൊരു മത്സരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിഹാൽ സുധീഷിന് പകരം അവിടെ പോർച്ചുഗീസ് താരമായിട്ടുള്ള ടിയാഗോ ആൽവസ് ആണ് ഈ ഒരു ഫോർമേഷനിൽ വരുന്നത്. അങ്ങനെ ആകെ മൊത്തം അറ്റ് 11 6 വിദേശ താരങ്ങൾ ഈ ഒരു മത്സരത്തിൽ കളിക്കുന്നുണ്ട്. ചാൻസ് കുറവാണ്. ഒരുപക്ഷെ ടിയാഗോ ആൽവസിന് പകരം അവിടെ നിഹാൽ സുധീഷ് തന്നെ ആയിരിക്കാം. ഞാനൊരു പ്രയോറിറ്റി കണക്കിന് ഞാൻ പറയുകയാണ്. അങ്ങനെ ആകെ മൊത്തം ബ്ലാസ്റ്റേഴ്സിന്റെ ലെവലിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പറായിട്ട് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മിന്നും പ്രകടനം കാഴ്ചവെച്ച നോറ ഫെർണാണ്ടസ് തന്നെയാണ് ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് വരുന്നത്. ഇനി സെൻട്രൽ ബാക്കിലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഭയങ്കര ഒരു ഡീസൻ്റ് ആയിട്ട് ഒരു സൈലന്റ് കില്ലർ എന്ന് തന്നെ പറയാം. ബ്ലാസ്റ്റേഴ്സിന്റെ അത്രയും പ്രതിരോധത്തിൽ മെച്ചൂർ ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച സ്പാനിഷുകാരനായിട്ടുള്ള ജുവാൻ റോഡ്രിഗസ് ആണ് സെൻട്രൽ ബാക്കിലേക്ക് വരുന്നത്. ഒപ്പം ബികാഷ് ഷുംയാമും വരുന്നുണ്ട്. അപ്പോൾ ഇനി വിംഗ് ബാക്കുകളിലേക്ക് വരുമ്പോൾ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ മലയാളി താരമായിട്ടുള്ള ഷെഹീഫുമാണ്. ഇനി അടുത്തതായിട്ട് 4-4-2 ഫോർമേഷനിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഒന്ന് ഡൂസാൻ ലഗാട്ടോറും മറ്റൊന്ന് അഡ്രിയാൻ ലൂണയുമാണ്. ഇനി വിങ്ങുകളിലേക്ക് വരുമ്പോൾ റൈറ്റ് വിങ്ങിൽ കൊറൂസിംഗും ലെഫ്റ്റ് വിങ്ങിൽ നോഹ സദോയുമാണ്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഒരുപക്ഷെ നിഹാൽ സുധീഷ് ആയിരിക്കാം. മോസ്റ്റ് പ്രോബബിളി അങ്ങനെ തന്നെയായിരിക്കാം ആ ഒരു ചാൻസ് വരുന്നത്. അതല്ലെങ്കിൽ ടിയാഗോ ആൽവസിനെ പരീക്ഷിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടിയാഗോ ആൽവസിനോടൊപ്പം തന്നെ ആ ഒരു പോർച്ചുഗീസ് സ്പാനിഷ് കൂട്ടുകെട്ട് കോൾഡോ ഒബ്യേറ്റയും കൂടി ചേരുമ്പോൾ നമുക്കത് കണ്ടിരിക്കാൻ തന്നെ ഇപ്പം തന്നെ ഒരു എക്സൈറ്റിംഗ് ആണ് ആ ഒരു കാര്യം. പക്ഷേ ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിൽ ഒരു സമനില മതി ക്വാളിഫൈ ആവാനായിട്ട്. അപ്പോൾ ഈ ഒരു പറഞ്ഞ 6 വിദേശ താരങ്ങളെ അറ്റ് എ ടൈം ഇറക്കുന്നതിൽ വലിയ അർത്ഥമായിട്ട് കാണുന്നില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം ഞാൻ പറഞ്ഞതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെ കഴിഞ്ഞ ആ 2 മത്സരങ്ങളിലും പല സിസ്റ്റത്തിലും പല ഫോർമാറ്റിലുമാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു മത്സരത്തിലും വലിയൊരു ട്വിസ്റ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനൊക്കെ ഒപ്പം ടിയാഗോ ആൽവസിനെ ആദ്യ ലെവലിൽ കൊണ്ടുവരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുമ്പോൾ തന്നെ ആ ഒരു ഫസ്റ്റ് ടച്ചൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു ഇദ്ദേഹം. പക്ഷേ അധികം കണ്ടു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ആ ഒരു ഫൈനൽ വിസിലടിച്ചു. എന്തായാലും വിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ ആണെങ്കിലും ടിയാഗോ ആൽവസിനെ ഒന്ന് ആദ്യ ലെവലിൽ കൊണ്ടുവരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കായിക ലോകത്തെ ഇതിലും പുതുപുത്തൻ ഡീകോഡിംഗ് ആൻഡ് അനാലിസിസ് വീഡിയോയുമായി വീണ്ടും വരാം.